ഇലക്ട്രോണിക്സ് മേഖലയിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ച 2 ചോദ്യങ്ങൾ ഉണ്ട്. ഒന്ന്, ഇലക്ട്രോണിക്സ് പഠിച്ചാൽ ജോലി കിട്ടുമോ? 2, ഇലക്ട്രോണിക്സ് പഠിച്ചാൽ പണം സമ്പാദിക്കാൻ പറ്റുമോ? ഈ 2 ചോദ്യങ്ങൾക്കും ഞാൻ കംപ്ലീറ്റ് ഉത്തരം പറയാം. അതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കേരളത്തിലാണ് ജോലി കിട്ടാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ കുറച്ച് സാധ്യതയുണ്ട്. IT, പോളിടെക്നിക് അല്ലെങ്കിൽ കോളേജുകൾ, ഇവിടെയൊക്കെ ഒരു അധ്യാപകനാവും പരമാവധി, അത്രയൊക്കെ കേരളത്തിൽ സാധ്യതയുള്ളൂ. മറിച്ച് കേരളത്തിന് പുറത്തോ വിദേശത്തോ ഇഷ്ടം പോലെ തൊഴിൽ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, പണം സമ്പാദിക്കാൻ പറ്റുമോ? ഉത്തരം, സമ്പാദിക്കാൻ പറ്റും. എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും സമ്പാദിക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങളും വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ നാൾവഴികൾ ഏതാണ്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ഏതാണ്ട് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങളും വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. 1982 ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചു തുടങ്ങുന്നത്. അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ ഒന്നുമില്ല. ഇപ്പോഴത്തെ BSNL പോലും ഇല്ല. അന്ന് BSNLന് പകരം ഇവിടെ പോസ്റ്റ് ഓഫീസും ടെലഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റ്, ടെലിഫോൺ എക്സ്ചേഞ്ച്, ഇങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാവരും ചോദിച്ചുകൊണ്ട് PNT എന്ന് പറയും, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത്യാവശ്യം ദൂരെ ആരെയും എന്തെങ്കിലും വിവരമൊക്കെ അറിയിക്കണമെങ്കിൽ കമ്പി അടിക്കുക എന്ന് പറയും. ടെലഗ്രാഫ്, അതിന് മോഴ്സ് കോഡ് ഉപയോഗിച്ചാണ് പോസ്റ്റ് ഓഫീസ് നമ്മൾ പേപ്പറിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരതിൻ്റെ ഡാറ്റ അടിച്ചുകൊണ്ട് വേണ്ട സ്ഥലത്ത് അങ്ങനെ 1 by 1 ആയിട്ട് പാസ് ചെയ്ത് എത്തിക്കും. ഇതാണ് അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ടെലിഫോൺ സംവിധാനം, അത് കിലോമീറ്ററുകളോളം പോസ്റ്റൊക്കെ നാട്ടി അതിലൂടെ കേബിൾ വലിച്ച് ലാൻഡ് ലൈൻ, ഇത്രയും അന്നത്തെ സംവിധാനമുള്ളൂ. ആ കാലത്ത് തന്നെ വയർലെസ് സെറ്റ് നിർമ്മിക്കാൻ ആഗ്രഹം വന്ന് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഹാം റേഡിയോ എന്നൊരു സംവിധാനത്തിൽ പഠിച്ച് ലൈസൻസ് എടുത്ത് സ്വന്തം വയർലെസ് സെറ്റ് നിർമ്മിച്ച് കൂട്ടുകാരോടൊക്കെ സംസാരിച്ച എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാലം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ നേട്ടങ്ങളെയും കുറിച്ച് ഒരു വിശദമായ പഠനം നടത്തി എന്തുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രോണിക്സിന് ഈ വിഷയം ഇപ്പോൾ വന്നിരിക്കുന്നത്, ജോലി കിട്ടാൻ സാധ്യത കുറഞ്ഞത്, അതുപോലെ എന്തുകൊണ്ട് അധികം പേർക്ക് ഇതിനകത്ത് സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന എല്ലാ കാര്യങ്ങളും വിശദമായി നമുക്ക് ഓരോ ഭാഗം മുതൽ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തുടങ്ങാം. ജോലി നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കേണ്ട. ഇനി അഥവാ ശ്രമിക്കുകയാണെങ്കിൽ കേരളത്തിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിക്കണമെന്നില്ല. ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഇലക്ട്രോണിക്സ് വിഷയത്തിൽ എവിടെയെങ്കിലും അഡ്മിഷൻ വാങ്ങുന്നു, അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ആ വിഭാഗത്തിലെ കഴിഞ്ഞ വർഷം നടത്തിയ അല്ലെങ്കിൽ 5 വർഷം മുമ്പ് നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സംഘടിപ്പിക്കുക, അത് ബൈഹാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല റാങ്കോട് കൂടി പാസ്സാവാം. മിക്കവാറും എല്ലാവരും പാസ്സായതും എനിക്കറിയാവുന്ന പേരും എത്രയുണ്ട്. ഇത്രയും ആവശ്യം. അതിനുശേഷം PSCയിലോട്ട് പോവുക, സെയിം റിപ്പീറ്റ് ചെയ്യുക ഒന്നുകൂടെ. പരമാവധി സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ പഠിക്കുന്നു, ബൈഹാർട്ട് ചെയ്യുന്നു, എഴുതുന്നു, ജോലി കിട്ടുന്നു, കഴിഞ്ഞു. അത് വിട്ടേക്കാം നമുക്ക്, അത് നമ്മളെ വിഷയമല്ല. അടുത്തത് സ്വകാര്യ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ്. അതിനകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഒന്ന് ലോ, ശമ്പളം കുറഞ്ഞ ടൈപ്പ് ആൾക്കാർ വരുന്നുണ്ട്. ഒന്ന് ഹൈ ഗ്രേഡ്, വളരെ ഉന്നത രീതിയിൽ നല്ല ശമ്പളം വാങ്ങുന്നവരുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെ ജോലി കിട്ടണമെങ്കിൽ സർട്ടിഫിക്കറ്റിന് യാതൊരു വാല്യൂ ഇല്ല എന്നാണ് സത്യം. ആരും സർട്ടിഫിക്കറ്റ് ചോദിക്കാറില്ല, വലിയ സ്ഥാപനങ്ങളൊന്നും ചോദിക്കാറില്ല. മറിച്ച് നിങ്ങൾ എന്താണോ പഠിച്ചത് അവിടെ ചെന്നിട്ട്, എനിക്കിപ്പം PCB വരയ്ക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അവർ സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്നിട്ട് വരയ്ക്കാൻ പറയും, സ്കീമാറ്റിക് തരും. അപ്പോൾ നിങ്ങൾ വരച്ച് കൊടുക്കണം. നിങ്ങൾ വരച്ചതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട്, എത്ര സമയം എടുത്തു, ഇതൊക്കെ ആശ്രയിച്ച് നിങ്ങളവിടെ പോസ്റ്റിംഗ് കഴിഞ്ഞു. പിന്നെ വേറെ സംസാരമൊന്നുമില്ല അവിടെ. അതുപോലെ ഏത് ഫീൽഡാണെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തൊഴിൽ അറിയാവുന്നതിന് മാത്രമേ ജോലി കിട്ടൂ. അല്ലാതെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി കിട്ടുന്നത് വളരെ അപൂർവമാണ്. കിട്ടിയാൽ തന്നെ അധികം നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതാണ് സ്വകാര്യ മേഖലേൻ്റെ ഒരു വിഷയം. പിന്നെ അടുത്ത വിഷയം അല്ലെങ്കിൽ ഒരു സെക്ഷൻ, നിങ്ങൾ സ്വയം ഒരു കമ്പനി അല്ലെങ്കിൽ ഫാക്ടറി തുടങ്ങുക എന്നുള്ളതാണ്. ഇഷ്ടംപോലെ നമുക്കിവിടെ ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ട്, വിദേശത്തും ആവശ്യമുണ്ട്. ഇതൊക്കെ നിങ്ങൾ നിർമ്മിക്കുക. നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം.
അപ്പോൾ ഇലക്ട്രോണിക്സ് എവിടെയൊക്കെ ആവശ്യമുണ്ട്, എന്തൊക്കെ ഉപകരണങ്ങളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയൊരു സ്റ്റഡി നടത്താം. എവിടെയെല്ലാം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു, അതാണ് വിഷയം. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നോക്കാം. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തോളൂ. ഏതാണ്ട് അവിടുത്തെ ചെറിയ എക്യുപ്മെൻറ്റ്, BP നോക്കുന്നതാവട്ടെ, ECG മെഷീൻ, ഇതൊക്കെ ഇലക്ട്രോണിക്സ് ഉപകരണമാണ്. കൂടാതെ സ്കാനിങ് എടുക്കുകയാണെങ്കിൽ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു 100ഓളം ടൈപ്പ് എടുത്തോളൂ സ്കാനിങ് മെഷീൻ. ഇത് മുഴുവൻ എല്ലാ ടൈപ്പ് സ്കാനിങ് മെഷീൻ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് ആണ്. അത് ഇലക്ട്രോണിക് ഉപകരണമാണ്. എക്സ്റേ മെഷീൻ ആവട്ടെ, ഇനി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കൺട്രോൾ 90% ഇലക്ട്രോണിക്സിലാണ്. പിന്നെ അതിൻ്റെ സബ് ഡിവിഷനായ മെഡിക്കൽ ടെസ്റ്റിംഗ് ലാബ്സ്, രക്തം, കഫം ഇതൊക്കെ പരിശോധിക്കാൻ ലാബുകൾ, അവിടെയുള്ള എക്യുപ്മെൻറ്റ് മിക്കവാറും 99% അതും ഇലക്ട്രോണിക്സ് ആണ്. അപ്പം കംപ്ലീറ്റ് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ്. ഹെൽത്ത് അത് മനസ്സിലാക്കിയാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വിദ്യാഭ്യാസ മേഖല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ പാർട്സ് എടുത്തോളൂ. മോണിറ്റർ ആവട്ടെ, കീബോർഡ്, മൗസ്, അത് കഴിഞ്ഞാൽ സ്കാനർ, പ്രിൻ്റർ, മോഡം, പ്രൊജക്ടറുകൾ, ആംപ്ലിഫയർ, സ്പീക്കർ, മൈക്രോഫോൺസ്, ടെലിവിഷൻസ്, ഇങ്ങനെ ഇൻവെർട്ടർ വരാം, UPS വരാം, ഒരുപടി സാധനങ്ങൾ. ഇത് മുഴുവൻ ഇതിൻ്റെ നിർമ്മാണം, സെയിൽസ്, സർവീസിങ്, ഇതൊക്കെ. അത് എത്ര എണ്ണം വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കേരളത്തിൽ മാത്രം കോടിക്കണക്കിന് എണ്ണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയധികം തൊഴിൽ സാധ്യതയുണ്ട്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഫീൽഡ്. മൊബൈൽ ഫോണുകൾ ആവശ്യമുണ്ട്. മൊബൈൽ ഫോണിൻ്റെ ടവർ വേണം, ട്രാൻസ്മിറ്റർ വേണം, അതിൻ്റെ കാർഡുകൾ വേണം, സോഫ്റ്റ്വെയർ വേണം, ബില്ലിംഗ് സെക്ഷൻ വേണം, ഇത് മുഴുവൻ വേണം. ഇന്നിപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു മൊബൈൽ ഫോൺ കമ്പനി തുടങ്ങാം. സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ സ്പെക്ട്രം ഗവൺമെൻറ്റിന് വാടകയ്ക്ക് എടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ബന്ധപ്പെട്ട ട്രാൻസ്മിറ്റർ ടവറുകളിലേക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നു. പിന്നെ ബാക്കിയൊക്കെ നാട്ടുകാർ ചെയ്തോളും. കാര്യം ഫോൺ അവരാണ് കാശ് കൊടുത്തു വാങ്ങുന്നത്. പിന്നെ ബില്ലിംഗ് സെക്ഷൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സേവനദാതാവ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇതിൻ്റെ കളക്ഷൻ വാങ്ങിയിരുന്നാൽ മതി. അവർക്ക് പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അത്രയ്ക്ക് അഡ്വാൻസ് ആയി കഴിക്കുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൻ്റെ അവസ്ഥ. അടുത്ത മത്സ്യബന്ധന മേഖല നോക്കാം. അതിനകത്ത് അൾട്രാ സൗണ്ട് സ്കാനർ, ആധുനിക ഉപകരണങ്ങൾ വെച്ചിട്ടാണ് എവിടെയൊക്കെ എത്ര മത്സ്യമുണ്ട്, എങ്ങനെ പിടിക്കണമെന്ന് ബോട്ടിലെല്ലാം നോക്കിക്കൊണ്ടാണ് മെയിൻ എല്ലാവരും ഇപ്പോൾ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി വെഹിക്കിൾ, വാഹനത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് നോക്കാം നമുക്ക്. ഫ്ലൈറ്റ്, എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ 99.9% കൺട്രോൾ അതിൻ്റെ ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് ഇല്ലെങ്കിൽ കംപ്ലീറ്റ് അത് താഴെ ഇറക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ല അതിന്. ട്രെയിൻ, ഇപ്പോഴത്തെ മെട്രോ ട്രെയിൻ ആവട്ടെ, ട്രെയിൻ മുഴുവൻ ഇലക്ട്രോണിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. ബസ്സുകൾ ലേറ്റസ്റ്റ്, അതിൻ്റെ എല്ലാ എൻജിൻ കൺട്രോളും ഫ്യൂവൽ കൺട്രോൾ, എല്ലാ ട്രാൻസ്മിഷൻ സിസ്റ്റം മുഴുവൻ അതിന് ECM എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. മിക്കവാറും വാഹനം ECM-ലാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് ഫുള്ളി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ബേസ്ഡ് ബോക്സസ് ആണ്. ഇതാണ് അതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. കാറാവട്ടെ, ബൈക്കാവട്ടെ, എല്ലാം. പിന്നെ ലൈറ്റുകൾ, നമ്മളെ ഈ കൊച്ചു LED ബൾബ് മുതൽ ഒരുവിധം ലൈറ്റിംഗ് സിസ്റ്റംസ് മുഴുവൻ വർക്ക് ചെയ്യുന്നു. അടുത്തത് വിഷ്വൽ, ക്യാമറ, ഡിജിറ്റൽ ക്യാമറ, ഡിജിറ്റൽ സ്റ്റുഡിയോസ്, സാറ്റലൈറ്റ്സ്, ഇത് മുഴുവൻ ഇലക്ട്രോണിക്സ് ആണ്. പിന്നീട് വരുന്ന ഇൻഡസ്ട്രീസ് അല്ലെ ഫാക്ടറി, CNC മെഷീൻസ്. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം പറയേണ്ടതുകൊണ്ട് പറയുന്നില്ല. ഏകദേശം നിങ്ങൾക്കറിയാം എല്ലാ മെഷീനറികളും അല്ലെ പ്രിൻറ്റിങ് ടെക്നോളജികൾ, ഇപ്പോഴത്തെ നിങ്ങൾ കാണുന്ന ഈ ഫ്ലെക്സ് പ്രിൻറ്റിങ്, ഇങ്ങനെയുള്ള എല്ലാ മെഷീനറീസും, വലിയ വലിയ മെഷീനറീസ് മുഴുവൻ ഇപ്പോൾ ഇലക്ട്രോണിക്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം കോടാനുകോടി ഉപകരണങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നു, വിൽക്കപ്പെടുന്നു, സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ആൾക്കാരൊക്കെ ജീവിക്കുന്നത് ഇലക്ട്രോണിക്സിൻ്റെ ആ ഒരു മേഖലയിൽ തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ പ്രാധാന്യം എത്രത്തോളാണെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചുരുക്കി ഇത് പറഞ്ഞത്. ഇനി ഇലക്ട്രോണിക്സ് ഒന്നും അറിയാത്ത സാധാരണക്കാർ പോലും സത്യത്തിൽ ഇലക്ട്രോണിക്സിൻ്റെ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. നമ്മുടെ TV ചാനലിനെ പറ്റി നോക്കാം. TV ചാനൽ, അതൊക്കെ ഇലക്ട്രോണിക്സിൽ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സാധാരണക്കാരനെ എങ്ങനെ ഇതിനകത്ത് എത്തിപ്പെടുന്നു? ഒരു വാർത്താ ചാനൽ എടുത്തോളൂ. 2-3 ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം വൈകിട്ട് എന്ത് സബ്ജക്റ്റ് വേണമെന്ന് ഇവർ ഒരുമിച്ച് തീരുമാനിക്കുന്നു. എന്തെങ്കിലും ഒരു വിഷയം എടുത്തിടും. ആ വിഷയം എടുത്തിട്ടതിന് ശേഷം ഒരു 7 മണി സമയം, ഒരു 6:30 ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് നമ്മളെ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ വ്യൂവേഴ്സ് ടൈം കാണാം. ഏതാണ്ട് ഒരു 5000 മുതൽ 7000 വരെ വ്യൂവേഴ്സ് ഒരു ചാനൽ വരുമ്പോൾ 4 7 28,000 മുതൽ ഏതാണ്ട് 50,000, 500,000 പേര് നമ്മുടെ മൊബൈലിൽ തന്നെ ഓൺലൈനിൽ വരുന്നുണ്ട്. പെട്ടെന്ന് കാണാൻ കഴിയും.
അപ്പോൾ ഇവിടെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ കാണികൾ എന്ന് പറയുന്നത് ഇരകളാണ് അവിടെ. മീൻസ് നിങ്ങളിത് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ബെനിഫിറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ബെനിഫിറ്റുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് ഒന്ന് ഇതുപോലെ ബിസിനസ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഏത് ടി വിയിലാണ് വാച്ച് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് അപ്പോൾ തന്നെ അവർ റേറ്റിംഗ് കൂടുന്നു. റേറ്റിംഗ് കൂടി കഴിയുന്ന സമയത്ത് പരസ്യത്തിൻ്റെ റേറ്റ് കൂടുന്നു, അങ്ങോട്ട് പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ചാനൽ നടത്തിപ്പുകാരൻ ഫുൾ ഹാപ്പി ആയിരിക്കും. കാരണം അവരിങ്ങനെ ഒരു ബോട്ടിൽ നിന്ന് വല എറിഞ്ഞിട്ട് ആ വലയിൽ എത്ര മീൻ കൊടുങ്ങുന്നു നോക്കിയിരിക്കുന്ന സന്തോഷത്തിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത്, പരസ്യക്കാരും ഈ ചാനൽ നടത്തിപ്പുകാരും ഇരിക്കുന്നത്. അപ്പോൾ ആ വലയിലേക്ക് വീണ് കൊടുക്കുന്ന മീനുകളാണ് ഈ കാണികൾ മുഴുവൻ. ഇവർ ഭക്ഷണം കഴിച്ച് ഒക്കെ കുളി കഴിഞ്ഞ് റെഡിയായി സ്വന്തം ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ അനങ്ങാതെ ഇരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ആ ഇലക്ട്രോണിക്സിൻ്റെ വലയിൽ ഇത്രയും ലക്ഷം, അത് ടി വി വേറെ, ഇത് കൂടാതെ ഇത്രയും പേര് കൂടി ഇവരറിയാതെ തന്നെ ആ എണ്ണം കൂടുമ്പോൾ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓറിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അപ്പുറത്തിരിക്കുന്നുണ്ട്. അവരും ദേ ആർ മേക്കിംഗ് മണി ഫ്രം ദീസ് പീപ്പിൾസ്. അവരവിടുന്ന് പണം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊന്നും അറിയാം, ദിവസം ആ കൃത്യസമയത്ത് വീണ്ടും അതിൻ്റെ മുമ്പിലെത്തുന്നു, എന്തൊക്കെയോ കാണുന്നു, എഴുന്നേറ്റ് പോകുന്നു, അവർ സമ്പാദിക്കുന്നു. അത് ഇലക്ട്രോണിക്സിൻ്റെ ഒരു കളിയാണ് അതിനകത്ത്. അപ്പോൾ ഇലക്ട്രോണിക്സ് എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്, എല്ലാവരും ഇലക്ട്രോണിക്സിൻ്റെ ഒരു പ്രത്യേക വലയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിക്കേണ്ടത്? കേരളത്തിൽ എന്ത് ചെയ്യണം? അതിന് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ എന്ന് പറയും. ഇനി ഇവിടെ ഏറ്റവും ഇതുപോലെ പഠിച്ചു വരുന്ന യുവാക്കൾക്ക് അവസരം കിട്ടാൻ പോകുന്നത് ഓട്ടോമേഷനിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അതുകൊണ്ട് 1 by 1 ആയിട്ട് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഇലക്ട്രോണിക്സ് പഠിക്കണം, എവിടെ മുതൽ തുടങ്ങണം, എന്തായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം, ഇതിനെക്കുറിച്ചും ഞാൻ വിശദമായി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത്ര സമയം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഗുഡ് ബൈ.